വന്ന് ഫുൾ തെണ്ടുകയാണ്. സൂഫി ശരിക്കും മൂത്രമാണ് ടോയ്ലറ്റ്. ഞങ്ങൾ കോഴിക്കോട് വന്നിരിക്കുകയാണ്. കോഴിക്കോട് പർച്ചേസിങ്ങിന് വന്ന് ഫുൾ തെണ്ടുകയാണ്. തിരിയുകയാണ്. അങ്ങനെ ഞങ്ങളുടെ ബെൻസിയ ബൊട്ടിക്കിന്റെ പർച്ചേസിന് വേണ്ടിട്ട് ഇറങ്ങിയതാണ്. അങ്ങനെ കോഴിക്കോട് തെരുവിലൂടെ അലഞ്ഞു തിരികെയാണ് ഗൈസ്. പകടന്മാരെ കൂട്ടിയിട്ടാണ് വന്നത്. ഇവരെ വിശ്വസിച്ചിട്ടാണ് ഞാൻ ഇവരൊക്കെ വന്നത്. ഇവരെന്നെ എവിടെയോ കൊണ്ടുപോകുന്നു ഗൈസ്. എത്ര സമയമായി നടക്കുന്നു. കാര്യമായ സ്പോട്ട് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇവരെന്നെ കൊണ്ടുപോകുന്നില്ലത്. എവിടെയോ നല്ല അടിപൊളി മന്തി കിട്ടുന്നാലും മറ്റാന്ന് കൊണ്ടുപോകുന്നത്. അവസാനം നടന്ന് ഉപ്പാള എന്തെന്നാ ഉപ്പാള. അങ്ങനെ ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട്. കോഴിക്കോട് ഫേമസ് ആയിട്ടുള്ള ഒരു ഹോട്ടലാണ് കേട്ടോ സൂഫി മന്തി. ഇവിടെ നല്ല കേട്ടില്ല മന്തിയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വന്നതാണ്. ഏതായാലും ഞങ്ങൾ ട്രൈ ആക്കി വെക്കട്ടെ. എന്നിട്ട് നമ്മുടെ ഇതിന്റെ ഹോണസ്റ്റ് റിവ്യൂ ഇടുന്നത്. ആംബിയൻസ് ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്കെന്തോ മ്യൂസിയത്തിലെല്ലാം പോകുന്ന പോലെയാണ്. ക്രിസ്മസ് ഒക്കെ അല്ലേ വരുന്നത്. അപ്പൊ ക്രിസ്മസ് അപ്പൂപ്പനില്ലാതെ എന്ത് മന്തിയല്ലേ. അങ്ങനെ ക്രിസ്മസ് അപ്പൂപ്പന് ഒരു ഷെയ്ക്കാനും കൊടുത്തിട്ട് ഞങ്ങൾ അവസാനം ഞങ്ങൾ ഇതാ സൂഫിയിലെ അകത്തട്ടിലേക്ക് എത്തിയിരിക്കുന്നു. അപ്പൊ ഇത്ത മന്തി ട്രൈ ആക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞായിരിക്കും. നല്ല മണമുണ്ട്. ശരിക്കും മൂത്രമാണ് ടോയ്ലറ്റ്. ടോയ്ലറ്റിൽ എന്നിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. അങ്ങനെ ആരും കാണാതെ ഞാൻ കുറച്ച് ലിപ്സ്റ്റിക് എല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ആരും കാണാതെ ഇട്ടിട്ട് എന്ത് കാര്യം, ഇപ്പൊ എല്ലാവരും കണ്ടില്ലേ. അങ്ങനെ ഞങ്ങൾ സൂഫി മന്തി കഴിക്കാൻ വേണ്ടിയിട്ട് കട്ട വെയിറ്റിംഗ് ആയിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ടായത് നോർമൽ മന്തിയാണ്, ഇവർ പറഞ്ഞിട്ടുണ്ടായത് അൽഫാം മന്തി. പിന്നെ നിങ്ങൾ വിചാരം ഞങ്ങൾ ഇങ്ങനെ ഓർഡറും കൊടുത്തിട്ട് ഇങ്ങനെ വെയിറ്റ് ആക്കുന്നുണ്ടെന്നല്ലേ. അല്ല, ഞങ്ങളവിടെ ഇരുന്നല്ലാതെ ഒരു മനുഷ്യന്മാരും ഞങ്ങളടുത്ത് വന്നിട്ട് മൈൻഡ് പോലും ആക്കിയിട്ടില്ല ഗൈസ്. അങ്ങനെ ഞങ്ങൾ കുറേ സമയം അവിടെ സസ്യായി പോയി. പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് കുറച്ച് വിശ്രമിച്ചു. കുറേ നടന്നതില്ലേ. പിന്നെ കുറേ കഥയെല്ലാം പറഞ്ഞിട്ട് ഇരുന്നു കേട്ടോ. പിന്നെ ഈ ഫിദാന്റെ കുറച്ച് തള്ളെല്ലാം കേട്ടിട്ടിരുന്നു. പിന്നെ ഞാൻ മൈക്ക് കണക്ട് ആക്കിയിട്ടുണ്ടായിന്. പക്ഷെ മൈക്കിന് എന്തോ ഒരു കംപ്ലൈന്റ്. ഞാൻ പറയുന്നത് ഒന്നും മൈക്ക് കേൾക്കുന്നില്ല. അവസാനം ഞാൻ ഓൺ വോയിസ് കൊടുക്കേണ്ട അവസ്ഥ വന്നു ഗൈസ്. അപ്പൊ ഞാനിവിടെ പറയുന്നതെന്ന് വെച്ചെങ്കിൽ നമ്മൾ എടുത്ത മന്തി ട്രൈ ആക്കിയിട്ട് ഹോണസ്റ്റ് റിവ്യൂ പറയണം. പാങ്ങില്ലെങ്കിൽ പാങ്ങില്ല എന്ന് തന്നെ പറയും, പാങ്ങുണ്ടെങ്കിൽ പാങ്ങുണ്ടെന്ന് പറയും. അല്ലേലും നമ്മൾ അങ്ങനെ പറയണല്ലോ. ഇല്ലേ ഞങ്ങൾ എവിടെയാ നമ്മൾ ഓർഡർ അവർക്ക് വേണ്ട. എന്താ ചെയ്യല്? അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. ഇങ്ങോട്ടേക്ക് വന്നത് കുറേ സമയം. അങ്ങനെ അരമണിക്കൂർ കാത്തിരിപ്പിന് ശേഷം ഒരാൾ വന്നു കേട്ടോ ഓർഡർ എടുക്കാൻ വേണ്ടി. ഓർഡർ എടുത്ത് പോയതിനു ശേഷം ഞങ്ങൾ ഗ്ലാസും പ്ലേറ്റിലും കൊണ്ടു തന്നിട്ടായി. ഗ്ലാസ് കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ടെന്നാണ് ഞാൻ ഈ പറയുന്നത്. എനിക്കിതിൽ വെള്ളം കുടിക്കാനേ തോന്നണില്ല എന്ന് പറഞ്ഞതാണ്. അങ്ങനെ ഞാൻ മറിച്ചും തിരിച്ചു നോക്കിയതിനു ശേഷം ജുമാനിത മറിച്ചും തിരിച്ചു നോക്കുന്നുണ്ട്. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്ത മന്തി അവസാനം എത്തിയിരിക്കുന്നു ഗൈസ്. മക്കളെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു, അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ബട്ട് ചിക്കൻ കുറച്ച് ഹാർഡായി പോയി, അത്ര മാത്രം. അൽഫാമിന്റെ ചിക്കനും നോർമൽ ചിക്കനും എല്ലാം നല്ല ഹാർഡായിരുന്നു കേട്ടോ. മന്തി സൂപ്പർ ആണെങ്കിലും ചിക്കൻ്റെ ഒരു ഹാർഡ് കാരണം എനിക്ക് കഴിക്കാൻ പറ്റിയില്ല. ആൾക്കാരുടെ മൂട് വാങ്ങണ്ട്, മന്തി വാങ്ങണ്ട്. ചിക്കൻ വെച്ച ഹാർഡ് റഹ്മാനത്തല്ലേ.
മന്തി കഴിക്കാൻ ഞങ്ങൾ കാഞ്ഞങ്ങാട് വരിക. അങ്ങനെ ഫുഡും കഴിച്ചിട്ട് ഞങ്ങൾ നേരെ പോയത് പർച്ചേസിങ്ങിനാണ് കേട്ടോ. പർച്ചേസിങ് നടത്തതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പർച്ചേസിങ് വേഗം കഴിഞ്ഞാൽ നമുക്കൊരു സ്ഥലം വരെ പോകണം എന്ന് ഞങ്ങൾ പ്ലാൻ ഇട്ടിരിക്കുക. വേറെ എവിടെയല്ലപ്പാ ഇപ്പൊ ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്ന സൈൻ ലബാൻ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു പൂതി. ഏതായാലും കോഴിക്കോട് വന്ന സ്ഥിതിക്ക് നമ്മൾ സൈൻ ലബാൻ കഴിക്കാതെ പോകുന്നത് ശരിയാണോ? ആണ് ഗൈസ്. ഇതാണ് ഗൈസ് മുഗദാർ ബീച്ച്. മുഗദാർ ബീച്ചിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് കേട്ടോ നമ്മുടെ സൈൻ ലബാൻ വരുന്നത്. ബീച്ചിന്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് ഞങ്ങൾ ഓട്ടോയിൽ പോവുകയാണ് ഗൈസ്. അവസാനം നമ്മളുടെ ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കുകയാണ്. ആഹാ, ഇത് കാണുമ്പോൾ തന്നെ ഒരു സുഖം. അങ്ങനെ അതിന്റെ പുറത്തുനിന്ന് കുറച്ച് വീഡിയോസ് എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിന്റെ ഉള്ളിൽ കയറിയിട്ടാകുമ്പോൾ എൻ്റെ പൊന്നോ ഭയങ്കര ചൂട്. ഞാനിവിടെ അതിൻ്റെ അടുക്ക് വലിയ ഷോ എല്ലാം കാണിച്ചിട്ട് വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ. സൈൻ ലബാനിലത്തെ ഡെസേർട്ട് എല്ലാം കഴിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവർ നേരെ പോകുന്നതാണ് നമ്മുടെ കോഴിക്കോടിലേക്ക്. മധുരപ്രേമികളായ ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ടും ഇത് ട്രൈ ആക്കേണ്ട ഒന്നാണ് കേട്ടോ. ടേസ്റ്റിന്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല ഗൈസ്, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. നമ്മുടെ ഫിദു ആണെങ്കിലോ മധുരപ്രേമിയും. ഓൾക്കിത് കണ്ടിട്ട് ഒന്നും മനസ്സിലാകുന്നില്ല, എന്താ ഓർഡർ ആക്കേണ്ടതെന്ന് ഇങ്ങനെ കുറെ ആലോചിച്ചിരുന്നു. അവസാനം ഞങ്ങൾ ഓർഡർ ആക്കിയിട്ടുണ്ടായത് ന്യൂട്ടല്ല ക്രിസ്പി ഉമ്മാലി. അങ്ങനെ വെറൈറ്റി പേരുകളുണ്ട് ഫൈനലി ഓർഡർ ചെയ്ത ഉമ്മാലി നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നു ഗൈസ്. ഇത് കണ്ടിട്ട് ഫിദാന്റെ കൺട്രോൾ എല്ലാം പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓൾക്കാണെങ്കിൽ കുറെ നാളത്തെ ആഗ്രഹമായിരുന്നു ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഉമ്മാലി കയ്യിൽ കിട്ടി. അപ്പൊ ഇത് ഓപ്പൺ ആക്കുന്ന വീഡിയോ എടുക്കണ്ടേ, അപ്പൊ ആരെടുക്കുന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു. അവസാനം ഞാൻ തന്നെ എടുത്തോളാം എന്നോട് സംഭവിച്ചു. അങ്ങനെ നമ്മുടെ ഫിദു ആണ് കേട്ടോ ഇത് ഓപ്പൺ ചെയ്യുന്നത്. ഓൾക്കാണെങ്കിൽ ഇത് കണ്ടിട്ട് സന്തോഷം കൊണ്ട് ഇരിക്കാൻ വയ്യ എന്ന അവസ്ഥയായി പോയി. ഫൈനലി ഞങ്ങൾ സൈൻ ലബാനിലെത്തി കഴിഞ്ഞു. അവിടുന്ന് നമ്മൾ അടിപൊളി എന്തെന്ന് ഇതിന്റെ പേര് ക്രിസ്പി ഉമ്മാലിയാ. അടിപൊളിയാണ് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ട്രെയിനിൻ്റെ സമയമായതുകൊണ്ട് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോന്നു. ഞങ്ങൾ ലേഡീസ് കമ്പാർട്ട്മെന്റിലായിരുന്നു കയറിയിട്ടുണ്ടായത്. ലേഡീസ് കമ്പാർട്ട്മെന്റ് ആകുമ്പോൾ ഒരു ഗുണമുണ്ട്, എന്താണെന്നല്ലേ, നമുക്ക് ഇഷ്ടമുള്ളതുപോലെ നമുക്ക് അവിടെ ഇരിക്കാം, കിടക്കാം, നടക്കാം, അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം. ആഹാ, ഫുൾ ഫ്രീഡം. അങ്ങനെ ഞങ്ങൾ ട്രെയിനിന്റെ മണ്ടന്റെ മുകളിൽ കയറിയിരുന്നു. അവിടെ കയറിയിരുന്നത് കിടക്കാനേ എന്നായിരിക്കും നിങ്ങളുടെ വിചാരം ഗൈസ്. നമ്മൾ കൊണ്ടുവന്ന ബാക്കി തിന്നാൻ വേണ്ടി കാസർഗോഡ് എത്താൻ 2-2.5 മണിക്കൂർ ബാക്കിയുണ്ട്. അപ്പോഴേക്കും നമുക്ക് വിശക്കൂലേ, അപ്പൊ തിന്നണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് കൊണ്ടുവന്നില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ പൈച്ച് പണ്ടാരടങ്ങി. ഞങ്ങളുടെ കമ്പാർട്ട്മെന്റിൽ ഒരു ചായ പോലും വന്നില്ല ഗൈസ്. മന്തിന്റെ ബാക്കിയും കൂടി കൊണ്ടുവന്നിട്ടുണ്ടായിന്. ഒരു ചായയും മന്തിന്റെ ബാക്കിയെല്ലാം കൂട്ടിയിട്ട് തിന്നാന്നായിരുന്നു എന്റെ വിചാരം. ബട്ട് എന്ത് ചെയ്യാൻ, ചായ കിട്ടിയില്ല. എന്നാ പിന്നെ വെള്ളം കുടിച്ചിട്ട് അഡ്ജസ്റ്റ് ആക്കാന്ന് വിചാരിച്ചു. ഞങ്ങൾ മന്തി കഴിക്കാൻ പോയത് 12 മണിക്കാന്ന് കേട്ടാ. ഇപ്പൊ ഏകദേശം 5-5:30-6 മണിയായിട്ടുണ്ട്. ഇപ്പോഴേക്കും പൈച്ച് പണ്ടാരടങ്ങിയിട്ടുണ്ടായിന്. അത് മാത്രല്ല നേരത്തെ കിട്ടാത്ത എന്തോ ഒരു ടേസ്റ്റ് ഇപ്പൊ കഴിക്കുമ്പോൾ കിട്ടിയിട്ടുണ്ടായിന്. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചേർത്ത് ഫിദുവിന്റെ സ്റ്റേഷനിൽ ബൈ. അങ്ങനെ നമ്മുടെ ഫിദക്കുട്ടി ഇവിടെ ഇറങ്ങിയിരിക്കുന്നു. നീലേശ്വരം സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇവിടെയാണ് അടുത്തുള്ള കോഴിക്കോട് ബ്ലോഗ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടെയുള്ള ബെല്ലൈക്കൺ ഒന്ന് ടച്ച് പൊട്ടിച്ചേക്കാം. അങ്ങനെ ഞങ്ങളെ ബ്ലോഗിടെ വൈൻഡപ്പ് ആക്കുന്നു. അപ്പോൾ കോഴിക്കോട് വിശേഷം ഇത്രയുള്ളൂ. പുതിയ വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.